കറുപ്പും വെളുപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത മാതിരി ഇന്ന് ഇലക്ഷൻ തന്നെയാണ്. ഇലക്ഷനും ഇലക്ഷൻ കമ്മീഷനും വോട്ടർ കാർഡും ഒക്കെ തന്നെയാണ് വിഷയം. പക്ഷെ താരം മാറി, രാഹുൽ മാറിയിട്ട് ഇപ്പോൾ സെൻട്രൽ സ്റ്റേജിലുള്ളത് ശ്രീ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഒന്നും മിണ്ടിയില്ല. നിങ്ങളൊരു വിവാദത്തിലല്ലേ, അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കണ്ടേ, പ്രതികരിക്കണ്ടേ എന്ന് ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ മാധ്യമ പ്രവർത്തക എന്നെങ്കിലും ചെന്ന് പിണറായി അടുത്തെന്ന് ചോദിക്കുമോ, നിങ്ങളുടെ മകൾക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ, നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ, പ്രതികരിക്കാത്തെന്ന് നാട്ട് കിട്ടും, നല്ല സുന്ദരമാട്ട്. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. അതൊന്നും ചോദിക്കത്തില്ല. പിണറായി എടുത്താലും ചോദിക്കത്തില്ല. UDF-ന്റെ മന്ത്രി, LDF-ന്റെ മന്ത്രിമാരടുത്ത് ചോദിക്കത്തില്ല. ഉമ്മൻചാണ്ടി അടുത്ത് ചോദിക്കും, പിടിച്ച് വേണമെങ്കിൽ കൊണ്ട് അവർ പറയുന്ന കസേരയെ കൊണ്ട് ഇരുത്തി ചോദിക്കുകയും ചെയ്യും. അതൊക്കെ നടപ്പുള്ള കാര്യമാണ്. പക്ഷെ പിണറായി അടുത്തൊന്നും നടക്കത്തില്ല. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന അവിടെ ചോദിക്കത്തുമില്ല. ചോദിക്കാൻ അടുത്ത് പോയിട്ട് വേണ്ട ചോദിക്കാൻ. ഈ നടക്കുന്ന സംഭവങ്ങളിലൊന്നും പിണറായിയുടെ അഭിപ്രായം ആരും ചോദിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് വീഴുന്നാൽ നമ്മൾ കേട്ടോളണം, അത്ര തന്നെ. വേറെ കൂടുതലൊന്നും പറയണ്ട. അക്കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയും. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപിക്കെതിരായിട്ട് പറയുന്ന പ്രശ്നം, ഒരിടത്ത് 60 വോട്ട് ചേർത്തു, വേറൊരിടത്ത് 600 വോട്ട് എടുത്തു. അത് പിന്നീട് 6000 ഇപ്പോൾ 60,000 വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ചേർത്തു. തൃശ്ശൂർ മണ്ഡലത്തിൽ ചേർത്തപ്പോഴത്തേക്ക് അത് ഒബ്ജക്റ്റ് ചെയ്യാനും ഉള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് ബൂത്തിലിരിക്കുമ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും BJP-യുടെയും പിന്നെ രജിസ്റ്റർ ചെയ്ത എല്ലാ പാർട്ടികളുടെയും മത്സരിക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ് ഓരോ ബൂത്തിലും ഇരിപ്പുണ്ട്. അതാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ. ഞാൻ തന്നെ പലപ്പോഴും വോട്ടിടാൻ പോയിട്ട് പല പ്രാവശ്യം ചലഞ്ച് ചെയ്തിട്ട് ഞാൻ വോട്ടിടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കുന്നത് ചലഞ്ച് ചെയ്യും, നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്, നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നത്, ചോദിക്കാനുള്ള അവകാശം ഓരോ കാൻഡിഡേറ്റിൻ്റെയും റെപ്രസെൻറ്റേറ്റീവിനുണ്ട്. എന്തേ ആരും ചോദിച്ചില്ല? എത്ര വോട്ട് ഒബ്ജക്ഷൻ വന്നു? എന്താ ഒന്നും മിണ്ടാത്ത? അത് ആരും മിണ്ടത്തില്ല. ഇപ്പോൾ 60,000 വോട്ട് ചേർത്തു. അവിടെ BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ ചോദിച്ച ഒരു വാക്കുണ്ട്. അത് നല്ല രീതിയിലല്ല. ഇവരൊക്കെ ഞങ്ങൾ വോട്ട് ചേർത്തപ്പോൾ 60,000 വോട്ട് ചേർത്തപ്പോൾ നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചെത്തൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അത്രയും വേണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? 60,000 വോട്ട് BJP ഒരു മണ്ഡലത്തിൽ ചേർക്കുകയും 70,000 വോട്ടിന് അവരവിടെ ജയിക്കുകയും ചെയ്തെങ്കിൽ അവിടെ LDF-ഉം UDF-ഉം എന്താ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചത് വളരെ പ്രത്യേകമായിട്ട് നമ്മളൊരു ഊന്നലുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ധർമ്മടത്തെയും പിന്നെ കണ്ണൂരത്തുള്ള മറ്റ് ജില്ലകളിലെ വോട്ടിങ്ങും അതിൻ്റെ പാറ്റേണും ഒക്കെ സുരേന്ദ്രൻജിക്ക് നല്ലോണം അറിയാം. അപ്പോൾ അവിടെ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ BJP-ക്കാരൊന്നും ചെയ്യുന്നില്ല. കാര്യം അവരവിടെ വോട്ട് ചേർക്കുകയോ കട്ട് ചെയ്യുകയോ പല പ്രാവശ്യം അവർ ഈ കാര്യങ്ങളിൽ അവർ ഇടപെട്ടിട്ട് CPM-ൻ്റെ ഒരു പ്രമാദിത്വം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതേ കാര്യം സുരേഷ് ഗോപി തൃശ്ശൂർ ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായിട്ട് എല്ലാവരും തിരിയാനുണ്ടായ കാരണം ഈ 2 കന്യാസ്ത്രീ അമ്മമാരുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് BJP ഒരു സ്കോർ ചെയ്തു ക്രിസ്ത്യൻ സഭകൾക്ക് മേളിലും ക്രൈസ്തവ വിശ്വാസികൾക്ക് മേളിലും. അത് CPM-ന് ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം പറയുന്നത്, CPM-ൻ്റെ ഗോവിന്ദസ്വാമി പറയുന്നത്, ഇദ്ദേഹം വിവരക്കേടാണ് പറയുന്നത്. ഇപ്പോൾ ഞങ്ങളെ നാട്ടിലെ ഒരു ചൊല്ലുണ്ട്, തിരുവനന്തപുരത്താണ് പ്രത്യേകിച്ചും. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും മണ്ടത്തരം പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ചും കണക്കിലൊക്കെ എന്തെങ്കിലും മണ്ടത്തരം പറയുകയാണെങ്കിൽ കുട്ടികൾ കളിയാക്കി ചോദിക്കും, നിന്നെ ഡ്രില്ല് മാഷാണോ അവിടെ കണക്ക് പഠിപ്പിച്ചതെന്ന് ചോദിക്കും. ഇപ്പോൾ ഡ്രില്ല് മാഷുമാർക്കും പോലീസുകാർക്കും അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക പദവിയുണ്ട്. അല്ലെങ്കിൽ ഒരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമെന്ന് പറയും. അതേപോലെ ഈ കണക്ക് പഠിപ്പിച്ച ഡ്രില്ല് മാഷാണോ എന്ന് ചോദിക്കുന്നതും ഒരു വായ്മൊഴി വഴക്കമാണ്. അപ്പോൾ അതേപോലെ ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. എന്നിട്ട് പയ്യന്നൂർ പോയി നമ്മളെ ഗണകനെയൊക്കെ കണ്ടു, സമയമൊക്കെ കുറിച്ചിട്ടുണ്ട്. എന്തിനു കുറിച്ച സമയമാണെന്ന് നമുക്കറിയത്തില്ല. അത് നമുക്ക് വഴിയെ കാണാം അടുത്തെന്താ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഇപ്പം സുരേഷ് ഗോപിക്കെതിരായിട്ട് വന്ന വലിയ ആരോപണം, അദ്ദേഹത്തിൻ്റെ സഹോദരനും ഭാര്യയ്ക്കും സഹോദരൻ്റെ ഭാര്യയ്ക്കും 2 വോട്ടർ ID കാർഡുണ്ട്. ഒരാൾക്ക് രണ്ടിടത്ത് വോട്ടുണ്ട്. രണ്ടിടത്ത് വോട്ടുണ്ടെന്ന് പറയാൻ രണ്ടിടത്ത് വോട്ട് ചെയ്യാൻ എലിജിബിളാണ്. അത് കണ്ടെത്തി അത് തിരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും ജോലിയാണ്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് മാറുമ്പോഴത്തേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് നിന്ന് മാറുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് നിന്ന് കട്ട് ചെയ്തിട്ടാണോ കൊല്ലത്ത് ചേർക്കേണ്ടതെന്ന് നമ്മൾ നോക്കേണ്ടതാണ്. അത് നോക്കാതെ ഈ ഫോം 6 ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഫോം 6 ഫില്ല് ചെയ്ത് അവരവിടെ ആഡ് ചെയ്തു.
ഇപ്പം ഇവർ രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് തെരഞ്ഞെടുപ്പ് നിയമപ്രകാരമുള്ള കുറ്റം വരുന്നത്. രണ്ടിടത്ത് വോട്ട് ചെയ്തിട്ടില്ല, ഒരിടത്ത് വോട്ട് ചെയ്തിട്ടുള്ളൂ. രണ്ടിടത്ത് വോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല. കാര്യം നമ്മുടെ പേരിൽ ആർക്ക് വേണമെങ്കിലും ഒരു ഫോം 6 കൊടുക്കാം, അത് ആർക്ക് വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം, അതിന് ആർക്ക് വേണമെങ്കിലും എതിർക്കാം. അങ്ങനെയൊക്കെയുള്ള വളരെ സ്വാഭാവികമായിട്ടൊരു അവസ്ഥയാണ്. ഇനി ഗുരുതരമായ ഒരു തെറ്റായിട്ട് പറയുന്നത്, ഇന്ന് വോട്ടർ ഐഡൻറ്റി കാർഡ് നമ്പർ ഉൾപ്പെടെ മനോരമയിൽ വന്ന ഒരു റിപ്പോർട്ടിൽ ഇവർക്ക് 2 പേർക്കും 2 വോട്ടർ ഐഡൻറ്റി കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ചെയ്തവരുടെ ജോലിയാണ്. ഇവർ കൈപ്പറ്റിയിട്ടുണ്ടോ അതവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പ്രസക്തമായ ഒരു കാര്യം. നമുക്ക് ഇലക്ഷൻ കമ്മീഷന് 2 വോട്ടർ കാർഡ് നമുക്ക് അലോട്ട് ചെയ്ത് തരാം. ചിലപ്പോൾ നമ്മൾ അപേക്ഷിച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അപേക്ഷിച്ചിട്ടായിരിക്കും. അതിൻ്റെ ഒരു പ്രൊസീജിയറിലോട്ട് നമ്മൾ പോകുന്നില്ല. അത് ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്രിമിനൽ നടപടി എടുത്തിട്ട് കൃത്യമായിട്ട് നടപടിയിലോട്ട് പോകണം. അതിനിവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ വോട്ട് ചേർത്തെങ്കിൽ, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി 1,72,000 വോട്ട് ആറ്റിങ്ങിൽ ഇരട്ട വോട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി ഗണ്ടിയുടെ ആൾക്കാർ കേരളത്തിലൊന്നും ചെക്ക് ചെയ്യാത്ത? അടൂർ പ്രകാശ് മാത്രമാണ് ചെക്ക് ചെയ്തത്, വേറെ ആരും ചെക്ക് ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഇതിനകത്തൊരു വലിയ വിഷയം. ഇവിടെയൊക്കെ ഇരട്ട വോട്ടുണ്ട്. അപ്പോൾ ഇതിന് ആകെ ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഇതിൻ്റെ കൂടെ വോട്ടർ കാർഡിൻ്റെ കൂടെ നമ്മളെ ആധാർ കാർഡും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സംഭവം തീരാന്നുള്ളതേ ഉള്ളൂ. വോട്ടർ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളവർക്ക് ആധാർ കാർഡ് നമ്പറോട് ചെയ്യുക, ഇല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ കൂടെ വോട്ടർ കാർഡിൻ്റെ നമ്പറും കൂടെ ആഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ പ്രശ്നം അങ്ങ് തീരാന്നുള്ളതേ ഉള്ളൂ. ഒരാളുടെ കറക്റ്റായിട്ട് ആളാണോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ആധാർ കാർഡ് നമ്മുടെ തിരിച്ചറിയൽ രേഖയാണ്, ഇലക്ഷൻ ഐഡൻറ്റി കാർഡ് നമ്മുടെ പൗരത്വത്തിൻ്റെ തെളിവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ബന്ധിപ്പിക്കാതിരിക്കുന്നതിൻ്റെ ദുരുദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പാർട്ടികൾ ഇത് മാറ്റിയിട്ട് ഇത് ട്രാൻസ്പെറൻ്റ് ആക്കുക. നമ്മുടെ ടെക്നോളജി ഇത്രയും വികസിച്ച സ്ഥിതിക്ക് ആരും ഒരിടവും പോകണ്ട, വീട്ടിൽ ഇരുന്നിട്ട് അവരവരുടെ മൊബൈൽ ഫോണിൽ വിരലടയാളം പതിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബാലറ്റ് പേപ്പർ ഫ്രണ്ടിൽ വരും. അവർക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്തതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വോട്ട് വരും. അങ്ങനെ വോട്ട് ചെയ്യുന്നവർ തന്നെ ഏകദേശം ഇപ്പോൾ 160 കോടിയിൽ 100 കോടി പേർക്ക്, 130 കോടിയിൽ 100 കോടി പേർക്കും ഇങ്ങനെ വോട്ട് ചെയ്യാനുള്ള ഉള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തുമാത്രം ഇലക്ഷൻ എക്സ്പെൻഡിച്ചറാണ് കുറയുന്നത്, എന്തുമാത്രം മാനുഷിക വിഭവശേഷിയാണ് നമുക്ക് ലാഭമാവുന്നത്. അതിലോട്ട് പോകാനാണ് BJPയുടെ ഉദ്ദേശം. അതിനകത്തോട്ട് ഇവരെ കൊണ്ട് കയറ്റിക്കുക, അതായത് BJPയുടെ തൊഴുത്തിലോട്ട് പശുവിനെ കൊണ്ട് കെട്ടിക്കുന്ന ജോലിയാണ് പ്രിയങ്കയും രാഹുലും ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.